നമസ്കാരം. ഞാൻ എനിക്ക് കിട്ടിയൊരു ചെറിയ പണി ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് പറ്റിയത് വേറെ ആർക്കും പറ്റരുത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിനകത്തൊക്കെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ചാണ്. എനിക്ക് കിട്ടിയെന്ന് പണിയെന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് നമ്മൾ തിരക്ക് കാര്യങ്ങളൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരു ബസ് ബുക്ക് ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് വഴി. അതിൻ്റെ ബസ്സിൻ്റെ പേര് മീര ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രാവൽസ് ബുക്ക് ചെയ്തു. അവരപ്പോൾ ബുക്കിംഗ് എല്ലാം എടുത്ത് അത് ബുക്ക് ചെയ്ത ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ മീര ട്രാവൽസിൻ്റെ നമ്പരും ആ ബുക്കിങ്ങിനെ കുറിച്ചെല്ലാം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു 10-ാം തീയതിയാണ് ഈ ബുക്ക് ചെയ്യുന്നത്. 10-ാം തീയതി വെളുപ്പിന് രാവിലെയാണ്, അല്ല 9-ാം തീയതി 10:45 ബസ് എയർപോർട്ടിൽ 2 മണിക്ക് വരും. അങ്ങനെയാണ് ബുക്ക് ചെയ്ത് ഞാൻ അന്ന് യാത്ര പോകുന്നതിൻ്റെ അന്ന് 9-ാം തീയതി 11 മണിക്ക് എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ ബസ് ആയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരും. എന്താണ് കാരണം എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഇതേപോലെ പൈസ എടുക്കുന്നുണ്ട്. ഇവർ സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. അതായത് പൈസ ഇവർ ബസ് സീറ്റെല്ലാം കാണിച്ച് ഇവർ ബുക്കിംഗാന്ന് പറഞ്ഞെടുക്കും സ്ഥിരമായിട്ട് ഇവരുടെ. അതിനെന്തുകൊണ്ട് ക്യാൻസലാവുന്നെന്നോ അങ്ങനെ ഒരു കാരണമൊന്നും ഇവർ പറയുന്നില്ല. അപ്പോൾ അവരൊരു യാത്ര ചെയ്യാതെ തന്നെ അവർക്ക് പൈസ എൻ്റെ കയ്യിൽ നിന്നൊരു 916 ആ എമൗണ്ട് കണ്ടാണ് അവർ അന്ന് എടുത്തേക്കുന്നത്. അപ്പം അതിലൊരു 50 പേര് മതിയല്ലോ അവർക്ക് യാത്രയും ഡീസലും ഒന്നും ചെയ്യാതെ ലാഭിക്കാമല്ലോ. ക്യാൻസലായി റീഫണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ അത് മെസ്സേജ് വന്നു. അപ്പം ഞാൻ പിന്നെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടുത്തെ ഒരു നമ്പർ തന്നായിരുന്നു. കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പം അവരത് എടുക്കുന്നില്ല. ആ നമ്പറിൽ അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഈ മേക്ക് മൈ ട്രിപ്പ് ആപ്പിനകത്ത് നോക്കിയപ്പം ക്യാൻസൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതായത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ എല്ലാം ചെയ്ത് റീഫണ്ട് ഇതാക്കി. അത് 9-ാം തീയതി അവർ പറഞ്ഞു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിടപ്പുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യം ഞാൻ മറന്നുപോയി, അതായത് വിട്ടുപോയി. ഇത് റീഫണ്ട് വന്നു എന്ന് പിന്നെ വിട്ടുപോയി. ഞാൻ പിന്നെ എനിക്കൊരു ചെറിയ ഓർമ്മ വെച്ച് മേക്ക് മൈ ട്രിപ്പിൻ്റെ ഇതെടുത്ത് നോക്കിയപ്പം പൈസ റീഫണ്ടഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ കിടക്കുവാണ്, പ്രോസസ്സിങ് എന്ന് പറയുന്നുണ്ടോ. അതായത് 1 മാസം ആവുന്നു. ഇന്ന് 1 മാസം കഴിഞ്ഞു. അപ്പം ഞാൻ ഇവർക്ക് മെയിൽ അയച്ചു ഇവരുടെ ഈ മേക്ക് മൈ ട്രിപ്പിൽ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രമേ, അതുകൊണ്ട് താൽക്കാലികം. അപ്പം കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്, ഞാൻ ഇന്ത്യയുടെ സിമ്മിലല്ല അവിടുന്ന് ഇവിടെ വിദേശത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്നെ എങ്ങനെയാണ് ഇവർ കോണ്ടാക്റ്റ് ചെയ്താൽ കിട്ടുന്നത്? അതൊക്കെ അവരുടെ ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായി ഈ കംപ്ലൈൻറ്റ് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മെയിൽ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ ഈ മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്കിംഗ് ഒക്കെ ചെയ്യാം. പക്ഷേ അഥവാ ഇതുപോലെ ക്യാൻസലായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിത് എനിക്ക് ചെറിയ പണി ഇതുപോലെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം ഓരോരുത്തർ ഇട്ടിട്ടുണ്ട്. 6000, 8000, 10000, 50,000 പോയ ആൾക്കാർ ഇവിടെ ഉണ്ട്, റീഫണ്ട് കിട്ടാതെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയൊരു പണിയാണിത്. അതായത് അവർക്ക് നമ്മളെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയല്ലേ ബുക്ക് ചെയ്യുന്നത്. അവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സിമ്മിൽ ഇവർ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പം അവർക്ക് കാരണം പറയുവാണ്, നമ്മളെ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തു, ഞാനിപ്പോൾ ബസ്സിൽ ബുക്ക് ചെയ്തത് കൊച്ചി എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ വരാൻ എന്തിനായിരിക്കും ബുക്ക് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾ മറ്റ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ പോകാനായിരിക്കുമല്ലോ ബുക്ക് ചെയ്യുന്നത്.
അപ്പം അതിൽ ഇവരുടെ ആപ്പിനകത്ത് തന്നെ കൂടെ ബുക്ക് ചെയ്തേക്കാണ് ഒമാൻ മസ്കറ്റ് എയർപോർട്ടിലാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ആപ്പുകളിൽ ബുക്ക് ചെയ്യുമ്പം ബുക്കിംഗ് ആവും. അഥവാ ഈ ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ ഇതുകളോ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ച് കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടല്ല, ഒരു 99% കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ആപ്പുകൾ മെയിനായിട്ട് ഉപയോഗിക്കാതിരിക്കാനാണ്. ഒന്നിലേതെങ്കിലും ഏജൻസി ത്രൂവോ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട് ഇതിനകത്ത്. ഈ മേക്ക് മൈ ട്രിപ്പ് പോലത്തെ ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ചെറിയ തുകയാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മൾ എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് ഇതിൽ 10,000 50,000 ഒന്നും നമുക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു ബസ്സിനകത്ത് ബുക്ക് ചെയ്ത് 946 രൂപ ബുക്ക് ചെയ്യുമ്പം ഒരു 50 സീറ്റുള്ള ബുക്കിൽ എത്ര രൂപയാണ് അവർക്ക് ഒരു ദിവസം ഇങ്ങനെ ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്ന എത്ര രൂപയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഈ ട്രാവൽസിൽ അവർ കോണ്ടാക്ട് ചെയ്ത് അവർ പറയും ആപ്പ് വഴിയാണ്, ആപ്പ് ത്രൂ ആണ് ഇത് ചെയ്തേക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മാക്സിമം ഈ ആപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഒരിക്കലും ഇതുവഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക. ടിക്കറ്റ് ബുക്കായി നിങ്ങൾ യാത്ര ചെയ്ത പല ആൾക്കാരും കാണും. പക്ഷേ ഈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കാര്യവും നമ്മുടെ ഫ്ലൈറ്റുകളുടെ കാര്യമോ എപ്പോൾ വേണമെങ്കിൽ ക്യാൻസലാവും. നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത പൈസ മുടക്കി 80,000 1,00,000 രൂപ മുടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഇത് ക്യാൻസലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഭയങ്കര ഞാനിപ്പോഴേ പറയുന്നത് എൻ്റെ ഒരു ചെറിയ തുകയെ നഷ്ടപ്പെട്ടത്. എന്നാലും ഞാൻ പറയുവാണ്, നിങ്ങളുടെ പൈസ പോവാതെ മാക്സിമം നോക്കുക. മാക്സിമം ഈ മേക്ക് മൈ ട്രിപ്പ് പോലത്തെ ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. താങ്ക്സ്.